വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. പഠനത്തിൽ മുന്നേറുന്നതോടൊപ്പം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് യുവതലമുറയ്ക്ക് ഉണ്ടാകണമെന്ന് പട്ടാഭിരാമൻ. കൂറ്റനാട് ഭാരത് യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ ലെജൻഡ് സംവാദ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു പട്ടാഭിരാമൻ. കൂറ്റനാട് ഭാരത് യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ ലെജൻഡിന്റെ 10ാമത് സംവാദ പരമ്പരയിലാണ് കല്യാൺ സിൽക്സിന്റെ MDയും ചെയർമാനുമായ പട്ടാഭിരാമൻ കുട്ടികളുമായി സംവദിച്ചത്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്. ഒരുമിച്ച് നിൽക്കലാണ് ശക്തി, മാർക്കല്ല അടിസ്ഥാനമെന്നും പട്ടാഭിരാമൻ തന്റെ ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കുട്ടികളോട് പറഞ്ഞു. സമ്പാദ്യത്തിനൊപ്പം ധർമ്മം ചെയ്യുമ്പോഴാണ് സന്തോഷം വരുന്നത്. ബിസിനസ്സിൽ പ്രശ്നങ്ങളുണ്ടാകും, എല്ലാം പോസിറ്റീവായി കാണാൻ കഴിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പടിപടിയായി മുന്നേറണമെങ്കിൽ ക്ഷമ വേണം, മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കണം, ശമ്പളത്തിനേക്കാൾ താല്പര്യത്തിന് മുൻഗണന നൽകണം, പണം താനെ വന്നുകൊള്ളും, എവിടെയും തളരരുത്, സാമ്പത്തിക അച്ചടക്കം വേണം, വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞ് കുട്ടികൾ ആവശ്യങ്ങൾ രക്ഷിതാക്കളോട് പറയാവൂവെന്നും പട്ടാഭിരാമൻ ഉപദേശിച്ചു. പഠനത്തിൽ മുന്നേറുന്നതിനോടൊപ്പം തീരുമാനമെടുക്കാനുള്ള കഴിവും യുവതലമുറയ്ക്കുണ്ടാകണമെന്നും തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ബിസിനസ്സിൽ മുഖ്യമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഫണ്ടമെന്റലായിട്ട് അറിയാത്ത ഒരു സംഗതി പറഞ്ഞു കൊടുത്ത് അവരെ മുടിപ്പിക്കാൻ നമുക്ക് ബോധിക്കാവുന്ന ഒരു ഏർപ്പാടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാവുന്നത് ബിസിനസ്സാണ്. അത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയതാണ്. 19 വയസ്സിൽ ഞാൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ടു. അന്ന് തുടങ്ങിയ ബിസിനസ്സാണ്. ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലും കുറച്ചുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്കും നമുക്ക് ഉയർന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഇരിക്കുന്ന കുട്ടികളോടും ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇതിലെത്ര പേർക്കൊരു ബിസിനസ് എൻ്റർപ്രീനർ ആവണമെന്ന ആഗ്രഹമുണ്ട് എന്ന് കൈവന്തിക്കാൻ പറ്റും? ഒരാൾ പിന്നെ 2-3 പേരെ 4 പേരായിരിക്കും. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെട്രോ ശ്രീധരൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജ്യത്തിന് ധാരാളം സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് കാണാനും പരിചയപ്പെടാനും അദ്ദേഹത്തിന് പ്രഭാഷണം കേൾക്കുക എന്നുള്ളത് എൻ്റെ കൂടി ഒരു സുഹൃത്താണ്. ഞാൻ ധാരാളം കേൾക്കുന്നത്. അതേമാതിരി തന്നെയാണ് നമ്മുടെ ഇവിടെ പറഞ്ഞ ഓരോരുത്തരുടെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് സെലക്ഷൻ കുറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പട്ടാഭിരാമനായിക്കോട്ടെ എന്ന് തോന്നിയതാണോ എന്ന് സംശയം. ചടങ്ങിൽ അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലി, ഡോക്ടർ പി ശ്രീജ, TK വിനയഗോപാൽ, ഡോക്ടർ പ്രേമചന്ദ്രൻ, MR അഭിമന്യു, വിഷ്ണു ഹരിദാസ്, കുമാരി അഞ്ജിത കൃഷ്ണ, ദേവി കൃഷ്ണ, അഭയ കൃഷ്ണൻ, അനിരുദ്ധ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്ക് ഇയർബുക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു.